പെട്ടി പാക്ക് ചെയ്യാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഉച്ച വരെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൊബൈലിലൊക്കെ കുറച്ച് നേരം നോക്കി സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ 3 മണി കഴിഞ്ഞു. കുട്ടികൾ 4 മണിയാകുമ്പോഴേക്കും വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്സും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി നേരെ കിച്ചണിലോട്ട് കയറാം. മുടി കുറച്ച് ഉള്ളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, പ്രായമായി. അപ്പോൾ ഇന്ന് ഞാൻ സമൂസ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. മക്കൾക്ക് സമൂസ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന്. പിന്നെ ലീഫ് ഇരിപ്പുണ്ട് സമൂസയുടെ. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി നിൽക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട്. എന്നാൽ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം തന്നെ എനിക്ക് കുറേ അധികം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി. കുറേ പേര് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ സപ്പോർട്ടും അറിയിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഒരാളായി കാണുന്നതിന്, ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം കാണിക്കുന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സഹകരണം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. ഇന്നിപ്പോൾ എന്താണ് ഇത്ര ഒരുക്കുന്നതെന്ന് വരും വിചാരിക്കല്ലേ. ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കഴിഞ്ഞപ്പോൾ ക്രീം ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ നവംബർ ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ആവുന്നൊരു പ്രശ്നം എനിക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്രീം ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതും കൂടെ ചെയ്തിട്ട് നേരെ കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ടൈം കിട്ടുമ്പോഴങ്ങ് ചെയ്തു പോകുന്നുള്ളൂ, അല്ലാതെ അതിനായിട്ടൊരു റൊട്ടീനൊന്നും ഞാൻ വെക്കാറില്ല. അങ്ങനെ വെച്ചോട്ട് നടക്കാറുമില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും ഓർക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് അങ്ങിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. എന്നാൽ പിന്നെ പാചകത്തിലോട്ട് കിടക്കാം. ആദ്യം തന്നെ 2 സവാള എടുത്ത് ചെറുതാക്കി നുറുക്കിയെടുക്കുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഇത്രയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ സവാള കുറേ ആയിക്കഴിഞ്ഞാൽ മധുരമായിരിക്കും. ഞാൻ ചിക്കൻ കൂടുതലും സവാള കുറച്ചുമാണ് ചെയ്യാറുള്ളത്. അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് നിറച്ച് സവാള ആയിരിക്കും, ചിക്കനൊക്കെ ഒരു പേരിനായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആത്മാർത്ഥതയോട് കൂടി ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ കൂടുതലായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ചെടുക്കുക. അതിന് കുക്കറിൽ ഒട്ടും തന്നെ വെള്ളം വെക്കാണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താണ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് 2 വിസിൽ അടിച്ചെടുക്കും കേട്ടോ. പിന്നെ വെള്ളം ഒട്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല, ഒന്നുകൂടി പറയാണ്. അത്രയും തന്നെ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് 3ഉം ഇത് 4ഉം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്ക് ചിക്കൻ വെന്ത് വരും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുരുമുളക് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, തീർന്നു പോയി. അതിന് മേടിച്ചിട്ട് വരാനുള്ള സമയമില്ല. അപ്പോൾ പിന്നെ കുരുമുളക് ഇല്ലാത്ത ഇതങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. കുരുമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഈ 3 സാധനവും ഇല്ല. എന്നാൽ ടേസ്റ്റിനൊട്ട് കോംപ്രമൈസും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാചകത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും സവാള ചേർത്ത് കൊടുത്തു. സവാളയും നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ കുരുമുളക് പൊടി ഒന്നുകൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് വേണ്ട, വിട്ടേക്ക്, വേണ്ട. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മൾ, അതായത് പിന്നെ ഇത് ചിക്കൻ വേവിച്ച് ഞാൻ പറഞ്ഞല്ലോ തുള്ളി വെള്ളം പോലും വെച്ചില്ല എന്ന്. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്നൊരു സ്റ്റോക്ക്, കുറച്ച് വെള്ളം ഉണ്ടാവും, ചിക്കൻ്റെ വെള്ളം. അപ്പോൾ അതെടുത്ത് വെച്ചേക്കണം. ഇതുപോലെ ചിക്കൻ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് നേരെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ സ്റ്റോക്കും കൂടി നമുക്ക് ജസ്റ്റ് ഇതിൽ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇത്രേ ഉള്ളൂ, ഫില്ലിങ് റെഡിയായി. അതൊക്കെ ഞാൻ ഇവിടെ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാം. നല്ല ചൂടുണ്ട്, പക്ഷേ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വോയിസ് പറയുന്നൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെയെങ്കിലും ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ട്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ നമുക്ക് എഡിറ്റിങ് വോയിസ് ഓവർ എടുക്കും ചില സമയം എടുത്തില്ല. ഇതുണ്ടോ, ഇത് കുറച്ച് ദിവസം മേടിച്ച് വെച്ചാൽ തന്നെ
ഇതിന്ന് ഇവിടെ ഇങ്ങനെ കട്ടിയായി തുടങ്ങും ഈ ഒരു ഭാഗം. അതിനൊക്കെ ആരെന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ പറഞ്ഞായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ കുറേ ദിവസമൊന്നും വെക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയി പോകും. ഒന്നും അറിഞ്ഞൂടാ ആരും വിചാരിക്കരുത്. അങ്ങനെ ഇങ്ങനെ മടക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ. അടുത്ത കാണിച്ചതാണ്. അതിലേക്ക് ഇങ്ങനെ ഫീലിങ്സ് ഇട്ടു. നമ്മൾ ഇപ്പോഴത്തെ സൈഡ് ഇതുപോലെ മടക്കി, പിന്നെ ഇങ്ങനെ മടക്കി, പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള ഈ വാലൊക്കെ കൂടി കുത്തിത്തിരികി നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി കുറച്ച് മൈദ എടുത്തിട്ട് ഇങ്ങനെ പുതിയ ചെയ്ത് കൊടുത്താൽ, ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ ഈ അറ്റം ശരിയല്ലാത്തതുകൊണ്ട് ശരിയായിട്ടില്ല. അടുത്ത നോക്കാം. ഇങ്ങനെ ഇരുന്നോളൂ. ഓക്കെ, പരിപാടി ഈ ഒരു സൈഡ് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കാം. ഇപ്പോൾ റെഡിയാവും. ഈ ഒരു സൈഡ് വന്നിട്ടിങ്ങനെ പൊട്ടിപ്പോകുന്നു. ഇതിനെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ ഇങ്ങനെ ഈ പാക്കറ്റിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ തടിച്ച് എന്തോ കട്ടിയായി പോകുന്നു. പൊട്ടിച്ചെടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇത് നമ്മൾ ആ ഭാഗം തന്നെ ഉള്ളിലേക്ക് ആക്കി. ഇനിയും നോക്കട്ടെ. എന്നിട്ട് അതിനകത്തേക്ക് ഫില്ലിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഇങ്ങനെ മുടക്കി കേട്ടോ. സിമ്പിളാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാക്കണം. നമ്മൾ തുറന്ന് വരാതിരിക്കും. എന്നിട്ട് ഇവിടെയും ഒന്ന് മൈദ തേച്ച് കൊടുക്കണം, ഇവിടെയും ഒന്ന് മൈദ തേച്ച് കൊടുത്ത് ഒട്ടിക്കണം. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാം, മൈദ തന്നെ നമ്മൾ പരത്തിയിട്ട് സമൂസ ഉണ്ടാക്കും. എനിക്കതാണ് എളുപ്പവും അതാണ് ഇഷ്ടവും. ഇത് പിന്നെ ഞാൻ മേടിച്ച് പോയി ഇത് നശിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. മൈദ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ പെർഫെക്റ്റാണ്. എനിക്കിഷ്ടവും അതാണ്, കഴിക്കാൻ ടേസ്റ്റും അതാണ്. നമുക്കൊരു ദിവസം മൈദ കൊണ്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. കുട്ടികൾ ഉച്ചയ്ക്ക് രാവിലത്തെ പലഹാരമാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചിന് ഉച്ചയ്ക്ക് ഞാനതുണ്ടാക്കി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പലഹാരങ്ങളാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ ദിവസം അവർ വരുമ്പോഴേക്കും ഞാൻ ചോറുണ്ടാക്കി വെക്കും വൈകിട്ട് കഴിക്കാൻ. പിന്നെ അല്ല, പിന്നെ ഫുഡിന് ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വയ്ക്കും. ഇന്നിപ്പോൾ അവർക്ക് ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ കാടമുട്ട ഉണ്ടല്ലോ, കാടമുട്ട ഇങ്ങനെ ഒരു വെറുതെ മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ അതൊന്ന് മുളക് മസാല ഉണ്ടാക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും. വേറെ ഉള്ളി അങ്ങനത്തെ സാധനം ഒന്നും ഇടാതെ. ഈ നമ്മുടെ വയനാട് ചെറുത്തിലൊക്കെ കിട്ടൂലേ കാടമുട്ട, അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കാടമുട്ട മേടിച്ചിട്ട് അത് ചെയ്തിട്ട് പിന്നെ ടൊമാറ്റോ റൈസും കൂടി കൊടുത്തേച്ചു. ആ കാടമുട്ട ഉള്ളതുകൊണ്ട് അവരത് കഴിക്കും, ടൊമാറ്റോ റൈസ് കഴിക്കും. അതല്ലെങ്കിൽ അവർ മെനക്കെടേയില്ല. അവർക്ക് ബിരിയാണി വെജിറ്റേറിയൻ ഐറ്റംസ് എൻ്റെ കുട്ടിക്ക് ഒട്ടും തന്നെ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ മസാല ദോശ, ഗീ റോസ്റ്റ് അങ്ങനത്തെയൊക്കെ ഇഷ്ടം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റേറിയൻ എങ്ങനെയെങ്കിലും കുന്തിത്തള്ളി കൂട്ടുള്ളൂ. അതിപ്പോൾ എല്ലാവരും അവസ്ഥ അതൊക്കെ തന്നെയാണ്. പോയി പറയുമ്പോൾ ഞാനാണെങ്കിലും വെജ് വല്ലാണ് ഇഷ്ടമുള്ളത്. വെജ് ഇഷ്ടമില്ലാത്തതിനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സമൂസയൊക്കെ പലതും പല കോലത്തിലാണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാക്കുണ്ട് ആണോ ദൈവമേ. സമൂസ എന്നും പറഞ്ഞിറങ്ങിയിട്ട് വൻ പരാജയമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ആരും വിചാരിക്കില്ല കേട്ടോ. എന്ത് ചെയ്യുക, വിധി. ഫുഡ് കൊണ്ടായിരിക്കും നമുക്ക് മക്കളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഫുഡ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഭയങ്കര സംഭവമാക്കും. അപ്പോൾ അവരിതിങ്ങനെ ആഗ്രഹിച്ച് വരും. ഇന്നെന്താ ഞാൻ വീട്ടിലുള്ള സമയത്തല്ല, ഷൂട്ടിൻ്റെ സമയത്താകുമ്പോൾ അവരെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ആക്കും. അമ്മയും അമ്മയുടെ ഫുഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കില്ല, നല്ല നല്ല ഫുഡ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ കുറച്ച് നോൺ വെജ് ഐറ്റംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അധികം പിന്നെ നാടൻ ഭക്ഷണം, വെജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മ കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ അമ്മ എന്നിട്ട് പറയും രാവിലെ തന്നെ പിള്ളേരെ നോൺ വെജ് കഴിപ്പിക്കല്ലേ അങ്ങനെയൊക്കെ പറയും. ഞാൻ പക്ഷേ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നോൺ വെജ് കിട്ടിയാൽ വലിയ ഉപകാരം. തലേ ദിവസത്തെ മീൻ കറി, തലേ ദിവസത്തെ ചിക്കൻ കറി, അതൊക്കെ my ഫേവറേറ്റാണ്. ഇത്ര ഉള്ളൂ. ഇത്ര ഉണ്ടാക്കിയത് 3, 6, 3, 9, 10, 11. അടിപൊളിയാണ്. സൂപ്പറാണ്. സൂപ്പർ. ഇന്ന് KG കുട്ടികൾക്ക് ടൂറായിരുന്നു ലുലു മാളിലേക്ക്. ഫണ്ടൂറയിലൊന്നും കേട്ടിട്ടുണ്ടാവില്ല. സമൂസ അടിപൊളി. അമ്മ എന്റെ വീഡിയോ എടുത്താ മേക്കിംഗ് റെസിപ്പി ഉണ്ടാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഓക്കെ അല്ലേ? വേറെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താണ്ടപ്പോൾ നമുക്ക് സമയമില്ല. ഈ മെയിനായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീനിങ് ഫുള്ള് കഴിഞ്ഞു, പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഈ റൂമിനകത്ത് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഷൂട്ടിന് പോകണം. ഉച്ചയ്ക്ക് നേത്രാവതിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്, കാരണം ഓൺ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്യാതിരുന്നിട്ട് നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു റീൽ എടുക്കാമെന്ന് വിചാരിച്ച സാരിയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്ക് പിള്ളേർ വന്ന് പിന്നെ നാളെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ടും അങ്ങനെ തിരക്ക്. പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളല്ലായിരുന്നു പറയണം കേട്ടോ. കാരണം ഞാൻ കുറച്ച് നല്ലോണം ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെയും വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തിനൊക്കെ ഇത് മടക്കണം, എടുത്ത് വയ്ക്കാൻ പോകണം. ജെല്ലാം ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഫാൻ ഓഫ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടേ നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കിത് മടക്കി വെച്ചിട്ട് പെട്ടെന്ന് പെട്ടി പാക്ക് ചെയ്യാം. ഉടുക്കാത്ത സാരികളൊക്കെ ഞാൻ അങ്ങനെ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഈ സാരി ഉടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് ആദ്യത്തും ഇല്ലായിരുന്നു, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം എനിക്ക് സാരി ഇഷ്ടമായി തുടങ്ങിയിട്ട് പ്രായമായിരിക്കുന്നു. തള്ള വൈബ് എന്നൊക്കെ പറയുമല്ലോ ഇപ്പോൾ, അതാണ് അവസ്ഥ. അപ്പം ഞാൻ കുറച്ച് സാരീസും കൂടി വെക്കാം. അത്യാവശ്യം പാക്കിംഗ് മൊത്തത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു തുടങ്ങിയതാണ്. പക്ഷേ ഇതാകെ അലമ്പായി പോയി. കാരണം ഒന്നാകെ അലമാര മുഴുവൻ ഞാൻ വലിച്ചിട്ടു. അത് പിന്നെ കുറേ പെട്ടിയിലേക്ക് പാക്ക് ചെയ്തു, വീണ്ടും പെട്ടിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട് ഞാൻ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ, എന്തൊക്കെയോ മറന്നുപോയ പോലെ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും മൊത്തം കുട്ടികൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ ഫാഷൻ ഷോയും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴും സംഭവിച്ചതാണ്. കുഴപ്പമില്ല, പിള്ളേരല്ലേ, നമ്മളാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെറുപ്പത്തിൽ. അപ്പോൾ ഞാൻ അതുമൊക്കെ ഒന്ന് റെഡിയാക്കി അറേഞ്ച് ചെയ്ത് എടുത്ത് വെച്ചു. പിന്നെ മേക്കപ്പ് ബോക്സും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. കാരണം ചിലപ്പോൾ അതിലും ഈ പറയുന്ന പലതും കാണൂല. കുട്ടികളുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ലൈഫ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് മുഴുവൻ ഞാൻ അറേഞ്ച് ചെയ്ത് എടുത്ത് വെച്ച് പിന്നെ എഴുതി നോക്കി എല്ലാം ഓക്കെ ആണോ, ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഒരു വിധത്തിൽ തീർത്തു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഫുൾ പാക്കിങ് കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് കാണിക്കാൻ പറ്റുന്നു.